പണ്ട് ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മുന്നയുടെ മനസ്സ് വളരെ നല്ലതായിരുന്നു. മുന്നക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, ജുന്ന, ഒരു മടിയത്തിക്കുട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറഞ്ഞു, എടി മുന്നേ, നീ കാട്ടിൽ പോയി കുറച്ച് വിറകടിച്ച് കൊണ്ടുപോവാ. മുന്നക്കാണെങ്കിലോ ഒറ്റക്ക് കാട്ടിൽ പോകാൻ പേടിയായിരുന്നു. അങ്ങനെ മുന്ന ഒറ്റക്ക് കാട്ടിലെത്തി ഒരു വലിയ മരത്തിൽ നിന്ന് വിറക് ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെയോ മുന്ന കാൽ വഴുതി നിലത്ത് വീണു. പാപം, വേദന സഹിക്കാൻ വയ്യാതെ അവൾ ആ മരത്തിന് ചുവട്ടിലിരുന്ന് കുറെ കടഞ്ഞു. അത്ഭുതം! ആ മരം പതുക്കെ കണ്ണ് തുറന്ന് മുന്നേ നോക്കി. എന്നിട്ട് മരം പറഞ്ഞു, മോളെ, എനിക്ക് നന്നായി ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് എന്റെ പേരുകളൊന്ന് നനച്ചു തരുമോ എന്ന് ചോദിച്ചു. ഓ, അതെന്താ, നനച്ചു തരാമല്ലോ. അവൾ ദൂരെയുള്ള അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് മരത്തിന് ഒഴിച്ചു കൊടുത്തു. മരത്തിന് വളരെ സന്തോഷമായി. നല്ല മനസ്സുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. മരം പറഞ്ഞു, എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഞാൻ നിനക്കൊരു സമ്മാനം തരാം. എന്റെ ഈ വേദിനടിയിൽ ഒരു മൺകുടമുണ്ട്, അത് മോളെടുത്തോ. അങ്ങനെ മുന്നേ സന്തോഷത്തോടെ ആ നിധിയെടുത്ത് മതത്തിന് നന്ദിയും പറഞ്ഞ് വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. എവിടെയായിരുന്നു ഇത്ര സമയം? എവിടെ വിറകെവിടെ? മുന്നേ സംഭവിച്ചതെല്ലാം അമ്മയോടും ജുന്നയോടും പറഞ്ഞു. അമ്മ മൺകുടം മെല്ലെ തുറന്നു നോക്കി. അത്ഭുതം! അതിൽ എന്തായിരുന്നെന്ന്? ഇല പിടിച്ച മുത്തുമണികൾ. അത് കണ്ടപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ജുന്നക്കുണ്ടോ സഹിക്കുന്നു. അവൾക്കും മുന്നയോട് അസൂയ തോന്നി തുടങ്ങി. എനിക്കും നിധി കിട്ടണം. പിന്നെ കാട്ടിലേക്ക് ഓടി. അങ്ങനെ കാട്ടിലൂടെ കുറേ നടന്നപ്പോൾ അവൾ ആ മരം കണ്ടു. ഉടനെ ജുന്ന മരത്തിൽ വീണ് കരയാൻ തുടങ്ങി. എനിക്കും നിധി വേണം. മരം പറഞ്ഞു, ശരി മോളെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. മോള് പോയി കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് എന്റെ വേരുകൾ നനച്ചു തരാമോ എന്ന് ചോദിച്ചു. ജുന്നക്ക് ദേഷ്യം വന്നു. എനിക്കതിനൊന്നും പറ്റില്ല. എനിക്ക് വേഗം നിധി വേണം. നിധി തന്നില്ലെങ്കിൽ നിന്റെ കൊമ്പുകൾ ഞാൻ വെട്ടിമുറിക്കും. മരം പറഞ്ഞു, ശരി, എന്റെ ഈ വേരിനടിയിൽ ഒരു മൺകുടമുണ്ട്, അത് നീ എടുത്തോ. അവൾ വേഗം വേരിനടിയിൽ നിന്ന് മൺകുടം എടുത്തു. അത് തുറന്നു നോക്കാൻ അവൾക്ക് ധൃതിയായി. അങ്ങനെ മൺകുടം തുറന്നു നോക്കിയപ്പോൾ അവൾ പേടിച്ച് നിലവിളിച്ചു. അതിനുള്ളിൽ എന്തായിരുന്നെന്ന് അറിയാമോ? ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം. പെട്ടെന്ന് സർപ്പം ജുന്നയെ ആഞ്ഞു കൊത്തി. അവൾ നിലത്ത് വീണ് പിരഞ്ഞു. ആർത്തിയും അസൂയയും മനസ്സിൽ സൂക്ഷിച്ച ജുന്ന അങ്ങനെ ആ കാട്ടിൽ കിടന്നു മരിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ? ആർത്തിയും അസൂയയും ഒന്നും നല്ലതിനല്ല. നല്ല കുട്ടികളെ എല്ലാവരും സ്നേഹിക്കും. അവർക്ക് എപ്പോഴും സന്തോഷവും ഉണ്ടാവും. ചീത്ത മനസ്സുള്ളവർക്ക് എപ്പോഴും ദുഃഖമായിരിക്കും. അപ്പോൾ മോൾക്കും സൗഭാഗ്യങ്ങൾ വരും. എല്ലാവരും മോളെ ഇഷ്ടപ്പെടും. മുത്തശ്ശി എന്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? എങ്കിൽ വാ, നമുക്കെല്ലാവർക്കും വീട്ടിൽ പോവാം.